അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട 3-ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 3 തജ്വീദുൽ ഖുർആൻ ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 3 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുന്നതിന് മുമ്പ് കൂട്ടുകാർ എല്ലാവരും പാഠഭാഗം കൃത്യമായും വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. ആദ്യത്തെ പ്രവർത്തനം, കോളത്തിൽ ചരിത്രത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ചരിത്രത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. സാക്കിനായ നൂനിനെ ഇഖ്ലാബ് ചെയ്തതിന് ഉദാഹരണം. ഓപ്ഷൻസ് നോക്കൂ. മിൻ സമറത്തിൻ, മിൻ ഹൈസു, മിൻ ബഅദ്. ഇതിലേതാണ് ഇഖ്ലാബ് ചെയ്തതിന് ഉദാഹരണം? അതെ, തേർഡ് ഓപ്ഷനാണ്. ഇവിടെ നാം സാക്കിനായ നൂനിനെ മീമാക്കിയിട്ടാണ് വായിച്ചത്. മിൻ ബഅദ്. 2. ചേർത്തി ഓതലാണ് നല്ലതെന്ന് സൂചിപ്പിക്കുന്നു. ഓപ്ഷൻസ് ഖില, സില, സീൻ. ഖില എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യൽ ഉത്തമമാണ്. സക്ത എന്ന് പറഞ്ഞാൽ അല്പം അടങ്ങണമെന്നാണ്. അപ്പോൾ ശരിയായ ഉത്തരം സില. 3. സാക്കിനായ മീമിനെ ഇൽഹാർ ചെയ്തതിന് ഉദാഹരണം. ഓപ്ഷൻസ് നോക്കൂ. ഫഹും മുസ്ലിമൂൻ, ഫഹും ഫീഹി, ഫഹും ബിഹി. ആദ്യത്തെ ഉദാഹരണം ഇദ്ഗാം ചെയ്തതിന് ഉദാഹരണമാണ്. 3. ഇഖ്ഫാ ചെയ്തതിന് ഉദാഹരണമാണ്. അപ്പോൾ ഏതാണ് ഇവിടെ ഇൽഹാർ ചെയ്തതിന് ഉദാഹരണം? അതെ, സെക്കൻഡ് ഓപ്ഷനാണ്, ഫഹും ഫീഹി. 4. നോക്കൂ. ലൈലൻ തവീല എന്നതിലെ തൻവീനിനെ ഓപ്ഷൻസ് ഇഖ്ഫാ ചെയ്യണം, ഇദ്ഗാം ചെയ്യണം, ഇൽഹാർ ചെയ്യണം. ഇവിടെ നാം എന്താണ് ചെയ്തത്? അതെ, ഇഖ്ഫാ ആണ് ചെയ്തത്. 5. ഇഖ്ലാബ് ചെയ്യണമെന്ന് സൂചിപ്പിക്കുന്ന ചിഹ്നം. ഓപ്ഷൻസ് മീം, സീൻ, ജീം. ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് നാം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ശരിയായ ഉത്തരം മീം എന്നതാണ്. 6. സുക്കൂനുള്ള മീമിന് ശേഷം മീം വന്നാൽ. ഓപ്ഷൻസ് നോക്കൂ. ഇദ്ഗാം ചെയ്യണം, ഇൽഹാർ ചെയ്യണം, ഇഖ്ഫാ ചെയ്യണം. നാം എപ്പോഴാണ് സാക്കിനായ മീമിനെ ഇഖ്ഫാ ചെയ്യുക? അതെ, സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ ചെയ്യും. ഇനി എപ്പോഴാണ് ഇൽഹാർ ചെയ്യുക? സാക്കിനായ മീമിന് ശേഷം മീം, ബാ, ഈ 2 അക്ഷരങ്ങൾ ഒഴികെ ബാക്കിയുള്ള ഏത് അക്ഷരം വന്നാലും നാം മീമിനെ ഇൽഹാറാണ് ചെയ്യുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സുക്കൂനുള്ള മീമിന് ശേഷം മീം വന്നാൽ എന്താണ് ചെയ്യുക? അതെ, ഇദ്ഗാമാണ് ചെയ്യുക. പക്ഷേ ഉത്തരം ഇദ്ഗാം ചെയ്യണം. തൻവീനിന് ശേഷം ഈ അക്ഷരം വന്നാൽ തൻവീനിനെ ഇദ്ഗാമും ബിലാ ഗുന്ന ചെയ്യണം. ഓപ്ഷൻസ് ലാമ്, കാഫ്, മീം. നമുക്കറിയാം സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികൾ. അപ്പോൾ സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ലാമ്, റാ, ഈ 2 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ നാം ഇദ്ഗാമും ബിലാ ഗുന്ന ചെയ്യും. അപ്പോൾ ഏതാണ് ശരിയായ ഉത്തരം? അതെ, ലാമാണ്. അപ്പോൾ ലാം. ഇനി 8. ദുനിയ എന്നതിലെ നൂനിനെ ഓപ്ഷൻസ് നോക്കൂ. ഇദ്ഗാം ചെയ്യണം, വെളിവാക്കണം, മറിച്ച് പറയണം. നാം സാധാരണ സാക്കിനായ നൂനിന് ശേഷം യാ വന്നാൽ ഇദ്ഗാമാണ് ചെയ്യുക. പക്ഷേ ഇവിടെ നാം എങ്ങനെയാണ് പാരായണം ചെയ്തത്? അതെ, സാക്കിനായ നൂനിനെ വെളിവാക്കിയാണ് പാരായണം ചെയ്തത്. അതിനുള്ള കാരണങ്ങളെല്ലാം നാം പാഠഭാഗത്തിൽ കൃത്യമായും വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഇതിനെക്കുറിച്ചുള്ള കാരണങ്ങളെല്ലാം നമുക്കറിയാം. ഇപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഇനി 9. തൻവീനിനെ ഇഖ്ഫാ ചെയ്തതിന് ഉദാഹരണം. ഓപ്ഷൻസ് നോക്കൂ. ജന്നാത്തുൻ തജ്രി, വജന്നത്തിൻ അർളുഹ, ജന്നത്തിൻ ബിറബുവത്തിൻ. വജന്നത്തിൻ അർളുഹ എന്നതിൽ തൻവീനിനെ ഇൽഹാറാണ് ചെയ്തത്. ജന്നത്തിൻ ബിറബുവത്തിൻ, ഇവിടെ തൻവീനിനെ ഇഖ്ലാബാണ് ചെയ്തത്. അപ്പോൾ ശരി ഉത്തരം
ജന്നാത്തുൻ തജ്രി. ഇവിടെയാണ് ഇഖ്ഫാ ചെയ്തത്. 10. സാക്കിനായ മീമിനെ ഇദ്ഗാം ചെയ്തതിന് ഉദാഹരണം. ഓപ്ഷൻസ്: ഹും ഖാമിദൂൻ, അത്അമഹും മിൻ ജൂ, അർജുലഹും ബിമാ. സാക്കിനായ മീമിന് ശേഷം മീം വന്നാൽ ഇദ്ഗാം ചെയ്യും. അപ്പോൾ ശരിയുത്തരം അത്അമഹും മിൻ ജൂ. അടുത്ത പ്രവർത്തനം ചേരുംപടി ചേർക്കുക. 11. കുഫുവൻ അഹദ്. 12. ഷജറത്തിൻ മുബാറക. 13. ഹയ്യത്തുൻ തസ്ആ. 14. സമീഉൻ ബസീർ. ഇപ്പുറത്ത് നോക്കൂ. എ തൻവീനിനെ ഇഖ്ലാബ് ചെയ്തു. ബി തൻവീനിനെ ഇഖ്ഫാ ചെയ്തു. സി തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്തു. ഡി തൻവീനിനെ ഇൽഹാർ ചെയ്തു. ഓരോന്നിനും യോജിച്ച വിധിയുടെ ലെറ്റർ അതിന് നേരെ എഴുതണം. കുഫുവൻ അഹദ്. ഇവിടെ നാം തൻവീനിനെ വളിവാക്കിയാണ് ഉച്ചരിച്ചത്. അപ്പോൾ ശരിയുത്തരം ഏതാണ്? അതെ, തൻവീനിനെ ഇൽഹാർ ചെയ്തു. ഡി. 12. ഷജറത്തിൻ മുബാറക. തൻവീനിന് ശേഷം മീം വന്നിരിക്കുന്നു. എന്താണ് ചെയ്യുക? അതെ, ഇദ്ഗാം ബിഗുന്ന ചെയ്യും. അപ്പോൾ സി എന്ന് എഴുതുക. തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്തു. 13. ഹയ്യത്തുൻ തസ്ആ. ഇവിടെ നാം തൻവീനിനെ എന്താണ് ചെയ്തത്? അതെ, ഇഖ്ഫാ ആണ് ചെയ്തത്. അപ്പോൾ ബി എന്ന് എഴുതുക. 14. സമീഉൻ ബസീർ. ഇവിടെ തൻവീനിന് ശേഷം ബാ വന്നിരിക്കുന്നു. അപ്പോൾ എന്താണ് വിധി? എ തൻവീനിനെ ഇഖ്ലാബ് ചെയ്തു. ഡി, സി, ബി, എ. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 15. സക്ത് എന്നാൽ ശ്വാസം ഡാഷ് അല്പം അടക്കലാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് വിടാതെ. സക്ത് എന്നാൽ ശ്വാസം വിടാതെ അല്പം അടക്കലാണ്. 16. സാക്കിനായ മീമിന് ശേഷം ഫാ വന്നാൽ മീമിനെ ഡാഷ് ചെയ്ത് ഓതണം. അവിടെ പൂരിപ്പിക്കേണ്ടത് ഇൽഹാർ. സാക്കിനായ മീമിന് ശേഷം ഫാ വന്നാൽ മീമിനെ ഇൽഹാർ ചെയ്ത് ഓതണം. 17. സാക്കിനായ നൂനിന് ശേഷം സ്വാദ് വന്നാൽ നൂനിനെ ഡാഷ് ചെയ്ത് ഓതണം. അവിടെ പൂരിപ്പിക്കേണ്ടത് ഇഖ്ഫാ. സാക്കിനായ നൂനിന് ശേഷം സ്വാദ് വന്നാൽ നൂനിനെ ഇഖ്ഫാ ചെയ്ത് ഓതണം. 18. തൻവീനിൻ്റെ ശേഷം ഡാഷ് വന്നാൽ തൻവീനിനെ ഇഖ്ലാബ് ചെയ്ത് ഓതണം. അവിടെ പൂരിപ്പിക്കേണ്ടത് ബാ. തൻവീനിൻ്റെ ശേഷം ബാ വന്നാൽ തൻവീനിനെ ഇഖ്ലാബ് ചെയ്ത് ഓതണം. 19. സാക്കിനായ മീമിന് ഡാഷ് വിധികളുണ്ട്. എത്ര വിധികളാണ്? അതെ, 3. സാക്കിനായ മീമിന് 3 വിധികളുണ്ട്. 1 ഇൽഹാർ, 2 ഇദ്ഗാം, 3 ഇഖ്ഫാ. ഇനി അടുത്ത പ്രവർത്തനം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 20. ബുന്യാനുൻ എന്നതിലെ നൂനിനെ ഇൽഹാർ ചെയ്യുന്നതിൻ്റെ വിധി എന്ത്? ഉത്തരം നിർബന്ധം. 21. തൻവീനിന് ശേഷം ഏത് അക്ഷരങ്ങൾ വന്നാലാണ് ഇദ്ഗാമും ബിലാഗുന്ന ചെയ്യേണ്ടത്? ഉത്തരം ലാം, റാ. 22. അമ്പത്തക്കും എന്നതിലെ സാക്കിനായ നൂനിൻ്റെ വിധി എന്ത്? ഇവിടെ സാക്കിനായ നൂനിന് ശേഷം ബാ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ശരിയായ ഉത്തരം ഇഖ്ലാബ്. 23. മാഅൻ സജ്ജാജ എന്നതിലെ തൻവീനിനെ എന്ത് ചെയ്യണം? ഉത്തരം ഇഖ്ഫാ. 24. മിൻ ളുരീർ എന്നതിലെ സാക്കിനായ നൂനിൻ്റെ വിധി എന്ത്? അതും ഇഖ്ഫാ ആണ്. അടുത്ത പ്രവർത്തനം ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 25. ഖൻവാനുൻ എന്നതിലെ സാക്കിനായ നൂനിനെ ഇദ്ഗാം ചെയ്യരുത്. കാരണം? ഉത്തരം നൂനും ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരവും ഒരേ കലിമത്തിൽ ചേർന്ന് വന്നതിനാൽ. 26. ഇഖ്ലാബ് എന്നാൽ എന്ത്? ഉത്തരം സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ബാ വന്നാൽ നൂനിനെയും തൻവീനിനെയും മീമാക്കി ഉന്നത്ത് ചെയ്ത് ഓതണം. ഇതാണ് ഇഖ്ലാബ്. 27. മിർ റബ്ബിഹിം എന്നതിലെ നൂനിനെ ഉന്നത്ത് കൂടാതെ ഇദ്ഗാം ചെയ്യണം. കാരണമെന്ത്? ഉത്തരം സാക്കിനായ നൂനിന് ശേഷം ഇദ്ഗാമും ബിലാ ഗുന്നയുടെ ഹർഫായ റാ വന്നതിനാൽ. 28. സാക്കിനായ മീമിനെ ഇഖ്ഫാ ചെയ്യണം. എപ്പോൾ? ഉത്തരം സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ. അടുത്ത പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 29. അൽ ഹംസത്തു ബഅദ സുക്കൂൻ. സുക്കൂനിന് ശേഷമുള്ള ഹംസ എന്നതിനെക്കുറിച്ച് 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കണം. അപ്പം നോക്കൂ, സുക്കൂനുള്ള അക്ഷരങ്ങൾക്ക് ശേഷമുള്ള ഹംസകളെ ശ്രദ്ധയോടെ പാരായണം ചെയ്യണം. ഇല്ലെങ്കിൽ ഹംസ നഷ്ടപ്പെടുകയും സുക്കൂനുള്ള അക്ഷരത്തിന് ശബ്ദ വരികയും ചെയ്യും.
ഇത് വലിയ തെറ്റാണ്. അതിനാൽ സുക്കൂനുള്ള അക്ഷരങ്ങൾക്ക് ശേഷം വരുന്ന എല്ലാ ഹംസകളെയും ശ്രദ്ധിച്ച് ഓതണം. ഉദാഹരണത്തിന് ഇലൽ ഇബിലി, വഫിൽ ആഖിറത്തു, വലൽ ആഖിറത്തു, മിനൽ ഊല, വഹാദൽ ബലദിൽ അമീൻ, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.